ഇപ്പോൾ ബ്രാൻഡ് കൂടുതലായിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത്. അതായത് ഇപ്പോൾ മിക്ക ഫോണിനകത്തും സായോമി ആയിക്കോട്ടെ അല്ലെങ്കിൽ റിയൽമി ആയിക്കോട്ടെ, ഏത് മിക്ക ബ്രാൻഡിലും അവരൊരു 80% ലിമിറ്റ് അവർ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് പറയാം. അത് ജസ്റ്റ് നമ്മൾ അത്രയും നമ്മുടെ ബാറ്ററി ബാക്കപ്പ് അങ്ങോട്ട് കട്ട് ഓഫ് ആവാണ്. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 100% 80% വരുമ്പോൾ അത്രയും ഡിഫറൻസ് നമുക്ക് തോന്നുന്നില്ലേ? പിന്നെ നമുക്കൊരു കിട്ടിക്കൊണ്ടിരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ കൂടെ ഉണ്ട്. ഒരു മെയിൻ പോയിൻ്റാണ്. അതായത് നമ്മളൊരു 100% കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അല്ലേ? ഓക്കെ, അപ്പോൾ അതും നമുക്ക് മിസ്സാവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒപ്റ്റിമൈസ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കുറച്ച് നോക്കി. അപ്പോൾ ChatGPT അല്ലെങ്കിൽ AI ഒക്കെ വെച്ചിട്ട് ഞാൻ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായത് 80% ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാറ്ററി ഹെൽത്ത് ആഫ്റ്റർ ഒരു 2 years എന്ന് വെച്ചാൽ ഒരു 96% ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് 90% ആക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാറ്ററി ഹെൽത്ത് 94%. അപ്പോൾ 2% വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു അത്രയും ലിമിറ്റ് ചെയ്യുന്ന 10% നമുക്ക് കൂടുതൽ കിട്ടിയാലേ. അപ്പോൾ ഒരു ഒപ്റ്റിമൈസ്ഡ് രീതിയിൽ നമുക്ക് 90% വയ്ക്കാവുന്നുള്ളൂ. പക്ഷെ ബ്രാൻഡ്സ് അത് ഇപ്പോൾ ആ ലിമിറ്റ് 90% ആക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മളത് മാനുവലി ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും ചെയ്യണത് 80% ഇട്ടിട്ട് അത് ചാർജ് ചെയ്തതിന് ശേഷം ഒരു അലാറം വെച്ചിട്ട് ഒരു 15 minutes അലാറം വെച്ചാൽ മതി. അപ്പം ആ ഒരു ടൈമിന് മിക്കവാറും 92 ഒക്കെ ആവും, 95 ഒക്കെ വരാവും ചിലപ്പോൾ. പക്ഷേ അത് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി എത്ര മിനിറ്റിനുള്ള ആവേണ്ടെന്നുള്ളൂ. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി iPhone 15 Pro Max എടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ പുള്ളി ഗെയിം പോലും കളിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് കുറയുമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മിക്കവർക്കും അതൊരു വലിയൊരു പോയിൻ്റാണ്, ബാറ്ററി ഹെൽത്ത് സേവ് ചെയ്യുക എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ 2-3 years അല്ലെങ്കിൽ 4 years ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കൂടുതൽ ഈ പറഞ്ഞ അത്രയും ഡൗൺ ഒക്കെ ആവുന്നത്. എന്നാൽ കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ കൊടുക്കാനോ അല്ലെങ്കിൽ സെല് ചെയ്യാനൊക്കെ നോക്കുന്ന ഒരു മെയിൻ സാധനം തന്നെയാണ് 90% മിക്കവരും നോക്കും ഉണ്ടോ എന്നുള്ളത്.